കർത്താവിനാൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിലെ 37-ാം ദിവസമായ ഇന്ന് നാം ചിന്തിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്ത എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മുടെ കർത്താവ് തനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന തൻ്റെ ശിഷ്യന്മാരോട് ജനം എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകനെന്നും ഏലിയാവെന്നും പഴയ പ്രവാചകന്മാരൊരുവനെന്നും ഒക്കെ പറയുകയാണ്. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ ഞാൻ ആരെന്നാണ് പറയുന്നത്? അപ്പോൾ പത്രോസ് ശ്ലീഹ പ്രഖ്യാപിക്കുകയാണ്, ദൈവത്തിൻ്റെ യേശു ക്രിസ്തു എന്ന്. അപ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തു എന്ന് പത്രോസ് ശ്ലീഹ തിരിച്ചറിഞ്ഞത് കർത്താവിനോടുകൂടി പ്രാർത്ഥിച്ചതുകൊണ്ടും കർത്താവിനോടുകൂടി ജീവിച്ചതുകൊണ്ടുമാണ്. ഈ വലിയ നോമ്പ് കാലഘട്ടം ദൈവത്തോടു കൂടി പ്രാർത്ഥിക്കുവാനും ദൈവാധിഷ്ഠിതമായി ജീവിക്കുവാനും നമ്മൾ ഒരുങ്ങണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് കർത്താവ് തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് പറയുകയാണ്. അതിനുശേഷം യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ തൻ്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കുവാൻ പറയുന്നു. തുടർന്ന് ആരെങ്കിലും എന്നെയോ എൻ്റെ വചനങ്ങളെക്കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കുമെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അർത്ഥം, ദൈവത്തെയോ ദൈവവചനങ്ങളെയോ തുച്ഛീകരിക്കുവാൻ നമ്മൾ ഒരിക്കലും ഇടയാകരുത് എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുവാനും യേശു ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുവാനും നമുക്ക് സാധ്യമാകണം. അത് സ്വയം ത്യജിച്ച് കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കുവാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ദൈവപാത പിന്തുടരുവാൻ കഴിയുന്നത്. അങ്ങനെ ദൈവപാതയിലൂടെ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഈ നോമ്പ് കാലഘട്ടം നമ്മെ ഒരുക്കട്ടെ. നോമ്പ് രഹസ്യങ്ങളെയും ദൈവിക മർമ്മങ്ങളെയും അറിയുവാനും അതിലൂടെ ജീവിക്കുവാനും പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ദൈവാത്മ പ്രേരിതരായി ജീവിക്കുവാൻ ദൈവബന്ധിതമായി ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ദൈവവുമായുള്ള ആ ബന്ധത്തിൽ നമുക്ക് അനേകം ദൈവിക മർമ്മങ്ങളെ ലഭിക്കും. അങ്ങനെ ദൈവിക മർമ്മങ്ങളെയും ദൈവിക രഹസ്യങ്ങളെയുമൊക്കെ ജീവിതത്തിൽ പ്രാപിക്കുവാനും അതിനനുസരിച്ച് ഒരു മാതൃകാ ജീവിതം നയിക്കുവാനും തക്കവണ്ണം നമുക്ക് സാധ്യമാകണം. ഈ നോമ്പ് കാലഘട്ടം നമ്മെ അതിനാണ് പ്രേരിപ്പിക്കുന്നത്. യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പത്രോസ് ശ്ലീഹ പ്രഖ്യാപിച്ചതുപോലെ നമ്മുടെ മാതൃകയുള്ള ജീവിതത്തിലും അപ്രകാരം ദൈവത്തെ സാക്ഷിക്കുവാനും ദൈവ അനുഗ്രഹങ്ങളെ അനേകർക്ക് പകർന്നു നൽകുവാനും നമുക്ക് സാധ്യമാകണം. ഈ നോമ്പ് കാലഘട്ടം അപ്രകാരം നമ്മെ ഒരുക്കട്ടെ. ആമേൻ.